തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. 30-ാം അധ്യായം. ഈജിപ്തിന് ശിക്ഷ. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിലവിളിക്കുക, അതാ ദുരിതത്തിൻ്റെ ദിനം. ദിവസമടുത്തു, കർത്താവിൻ്റെ ദിനം സമാഗതമായി. അത് കാർമൂടിയ ദിവസമായിരിക്കും. ജനതകളുടെ നാശമുഹൂർത്തമാണത്. ഈജിപ്തിൻ്റെ മേൽ വാൾ പതിക്കും. എത്യോപ്യ കഠിനവേദനയാൽ പുളയും. ഈജിപ്തിൽ ജനം നിഹനിക്കപ്പെടുകയും ധനം അപഹരിക്കപ്പെടുകയും അവളുടെ അടിസ്ഥാനം തകർക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ എത്യോപ്യ, പൂത്, ലൂദ്, അറേബ്യ, ലിബിയ എന്നിവയും സഖ്യദേശങ്ങളും അവരോടൊപ്പം വാളിനിരയാകും. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈജിപ്തിനെ പിന്താങ്ങുന്നവർ നിലം പതിക്കും. അവളുടെ ഉദ്ധതവീര്യം നശിക്കും. മിഗ്ദോൽ മുതൽ സേവന വരെയുള്ളവർ വാളിനിരയാകും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിർജ്ജന രാജ്യങ്ങളുടെ മധ്യേ അവളും നിർജ്ജനമാകും. ശൂന്യനഗരങ്ങളുടെ മധ്യേ അവളുടെ നഗരങ്ങളും ശൂന്യമാകും. ഈജിപ്തിനെ ഞാൻ അഗ്നിക്കിരയാക്കുകയും അവളുടെ സഹായകർ തകർക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവർ അറിയും. അപകടഭീതിയില്ലാത്ത എത്യോപ്യരെ പരിഭ്രാന്തരാക്കാൻ ദൂതന്മാർ എൻ്റെ അടുത്തുനിന്ന് കപ്പലുകളിൽ പുറപ്പെടും. ഈജിപ്തിൻ്റെ വിനാശകാലത്ത് അവർ പരിഭ്രാന്തരാകും. അതാ അത് വന്നു കഴിഞ്ഞു. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിൻ്റെ കരങ്ങളാൽ ഈജിപ്തിൻ്റെ സമ്പത്ത് ഞാൻ ഇല്ലാതാക്കും. ഈജിപ്ത് നശിപ്പിക്കേണ്ടതിന് അവനെയും അവൻ്റെ കൂടെയുള്ളവരെയും ജനതകളിൽ വെച്ച് ഏറ്റവും ഭീകരന്മാരെ തന്നെ ഞാൻ കൊണ്ടുവരും. ഈജിപ്തിനെതിരെ ഞാൻ വാളൂരും. മൃതശരീരങ്ങളാൽ ദേശം നിറയും. ഞാൻ നൈൽ വറ്റിച്ചു കളയും. നാട് ദുഷ്ടന്മാർക്ക് വിൽക്കും. വിദേശീയരുടെ കരങ്ങളാൽ ആ ദേശവും അതിലുള്ള സമസ്തവും ഞാൻ ശൂന്യമാക്കും. കർത്താവായ ഞാനാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ വിഗ്രഹങ്ങൾ നശിപ്പിക്കും. മെംഫീസിലെ പ്രതിമകൾ ഉടച്ചു കളയും. ഈജിപ്തിൽ ഇനിമേൽ ഒരു രാജാവ് ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ ഞാൻ ഈജിപ്തിൽ ഭീതി ഉളവാക്കും. ഞാൻ പത്രോസിനെ ശൂന്യമാക്കും. സേവാനെ അഗ്നിക്കിരയാക്കും. തേബസിൽ ന്യായവിധി നടത്തും. ഈജിപ്തിൻ്റെ ശക്തിദുർഗമായ സിനിൻ്റെ മേൽ ഞാൻ ക്രോധം വർഷിക്കും. തേബസിലെ ജനങ്ങളെ നിഗ്രഹിക്കും. ഈജിപ്തിനെ ഞാൻ അഗ്നിക്കിരയാക്കും. സിൻ തീവ്രവേദന അനുഭവിക്കും. തേബസ് ഭേദിക്കപ്പെടും. അതിൻ്റെ കോട്ടകൾ തകർക്കപ്പെടും. ഓനിലെയും പിബേസത്തിലെയും യുവാക്കൾ വാളിനിരയാകും. ആ നഗരങ്ങൾ അടിമത്തത്തിൽ നിപതിക്കും. തെഹഫ് നെഹസിൽ വെച്ച് ഈജിപ്തിൻ്റെ ആധിപത്യം ഞാൻ തകർക്കുമ്പോൾ അവിടെ പകൽ ഇരുണ്ടുപോകും. അവളുടെ ശക്തിഗർവം അവസാനിക്കും. അവളെ മേഘം മൂടും. അവളുടെ പുത്രിമാർ അടിമകളാകും. ഇപ്രകാരം ഈജിപ്തിൽ ഞാൻ ന്യായവിധി നടത്തും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. 11-ാം വർഷം 1-ാം മാസം 7-ാം ദിവസം കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ കരം ഞാൻ തകർത്തിരിക്കുന്നു. വാളെടുക്കുവാൻ വീണ്ടും ശക്തി ലഭിക്കാത്തക്കവിധം സുഖപ്പെടാൻ അത് വെച്ച് കെട്ടിയിട്ടുമില്ല. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈജിപ്ത് രാജാവായ ഫറവോയ്ക്ക് ഞാൻ എതിരാണ്. അവൻ്റെ ബലിഷ്ഠമായ കരവും ഒടിഞ്ഞ കരവും രണ്ടും ഞാൻ ഒടിക്കും.
അവൻ്റെ കയ്യിൽ നിന്ന് വാൾ താഴെ വീഴും. ഈജിപ്തുകാരെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ഞാൻ ചിതറിക്കും. ബാബിലോൺ രാജാവിൻ്റെ കരം ഞാൻ ശക്തമാക്കും. എൻ്റെ വാൾ അവൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കും. എന്നാൽ ഫറവോയുടെ കരങ്ങൾ ഞാൻ തകർക്കും. മാരകമായി മുറിവേറ്റവനെ പോലെ ഫറവോ അവൻ്റെ മുമ്പിൽ ഞരങ്ങും. ബാബിലോൺ രാജാവിൻ്റെ കരങ്ങൾ ഞാൻ ശക്തമാക്കും. എന്നാൽ ഫറവോയുടെ കരങ്ങൾ തളർത്തും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. ബാബിലോൺ രാജാവിൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ വാൾ ഏൽപ്പിക്കുമ്പോൾ അവനത് ഈജിപ്തിനെതിരെ ഉയർത്തും. ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ഈജിപ്തിനെ ഞാൻ ചിതറിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവർ അറിയും. എസെക്കിയേലിൻ്റെ 31 അധ്യായം. ഈജിപ്ത് ഒരു ദേവദാരു. 11 വർഷം 3 മാസം 1 ദിവസം കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, ഈജിപ്ത് രാജാവായ ഫറവോയോടും അവൻ്റെ ജനത്തോടും പറയുക, പ്രതാപത്തിൽ നീ ആർക്ക് തുല്യനാണ്? മനോഹരമായ ശാഖകൾ വീശി ഇല തൂർന്ന് ഉയരമേറിയ ലെബനോനിലെ ദേവദാരു പോലെയാണ് നീ. അതിൻ്റെ അഗ്രം മേഘങ്ങളെ മുട്ടിനിന്നു. ജലം അതിനെ പോറ്റി. അത് നട്ടിരുന്ന സ്ഥലത്തിനു ചുറ്റും തൻ്റെ നദികളെ ഒഴുക്കി. വനത്തിലെ വൃക്ഷങ്ങൾക്കെല്ലാം ജലം പകർന്ന് ആഴി അതിനെ ഉയരത്തിൽ വളർത്തി. അങ്ങനെ വനത്തിലെ എല്ലാ വൃക്ഷങ്ങളേക്കാൾ അത് വളർന്നു പൊങ്ങി. ശാഖകളുണ്ടാകുന്ന സമയത്ത് ധാരാളം വെള്ളമുണ്ടായിരുന്നതുകൊണ്ട് അവ വളർന്നു നീണ്ടു. അതിൻ്റെ ശാഖകളിൽ ആകാശപ്പറവകൾ കൂടുകെട്ടി. കീഴിൽ വന്യമൃഗങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തി. അതിൻ്റെ തണലിൽ വലിയ രാജ്യങ്ങളെല്ലാം പുലർന്നു. വലിപ്പം കൊണ്ടും ശാഖകളുടെ നീളം കൊണ്ടും അത് മനോഹരമായിരുന്നു. അതിൻ്റെ വേരുകൾ ആഴത്തിൽ സമൃദ്ധമായ ജലത്തിനടുത്തെത്തി. ദൈവത്തിൻ്റെ തോട്ടത്തിലെ ദേവദാരുക്കൾ അതിന് കിടയായിരുന്നില്ല. സരളവൃക്ഷങ്ങൾ അതിൻ്റെ ശാഖകൾക്ക് തുല്യമായിരുന്നില്ല. അരിഞ്ഞിൽ വൃക്ഷങ്ങൾ അതിൻ്റെ ശാഖകളോട് തുലനം ചെയ്യുമ്പോൾ ഒന്നുമായിരുന്നില്ല. മനോഹരതയിൽ അതിന് തുല്യമായ ഒരു വൃക്ഷവും ദൈവത്തിൻ്റെ തോട്ടത്തിൽ ഇല്ലായിരുന്നു. ശാഖ ബാഹുല്യത്താൽ അതിനെ ഞാൻ സുന്ദരമാക്കി. ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലുണ്ടായിരുന്ന സകല വൃക്ഷങ്ങൾക്കും അതിനോട് അസൂയ തോന്നി. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, അത് വളർന്നുയർന്നു മേഘങ്ങളെ ഉരുമുകയും ആ വളർച്ചയിൽ അഹങ്കരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ജനതകളിൽ ശക്തനായവൻ്റെ കരങ്ങളിൽ ഞാൻ അതിനെ ഏൽപ്പിക്കും. അതിൻ്റെ ദുഷ്ടതയ്ക്കർഹമായ വിധം അവൻ അതിനോട് പ്രവർത്തിക്കും. ഞാൻ അതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ജനതകളിൽ വച്ച് ഏറ്റവും ക്രൂരന്മാരായ വിദേശികൾ അത് വെട്ടി നശിപ്പിക്കും. എല്ലാ മലകളിലും താഴ്വരകളിലും അതിൻ്റെ ശാഖകൾ വീഴും. അതിൻ്റെ കൊമ്പുകൾ രാജ്യത്തെ എല്ലാ നദിയുടെയും കരയിൽ ഒടിഞ്ഞുകിടക്കും. ഭൂമിയിലെ എല്ലാ ജനതകളും അതിൻ്റെ തണൽ വിട്ടുപോകും. അതിൻ്റെ അവശിഷ്ടങ്ങൾ ആകാശപ്പറവുകൾ കൂടുകൂട്ടും. വന്യമൃഗങ്ങൾ അതിൻ്റെ ശാഖകൾക്കിടയിൽ പാർക്കും. ജലത്തിനരികെ നിൽക്കുന്ന ഒരു വൃക്ഷവും തൻ്റെ ഉയർച്ചയിൽ അഹങ്കരിക്കാതിരിക്കുന്നതിനും തൻ്റെ അഗ്രം മേഘങ്ങൾ വരെ ഉയർത്താതിരിക്കുന്നതിനും ജലം സുഭിക്ഷമായി വലിച്ചെടുക്കുന്ന ഒരു വൃക്ഷവും അത്രയ്ക്ക് ഉയരത്തിൽ എത്താതിരിക്കുന്നതിനും വേണ്ടിയാണ് ഇത്. എന്തെന്നാൽ പാതാളത്തിൽ പതിക്കുന്ന മർത്യരോടൊപ്പം ഭൂമിയുടെ അധോഭാഗത്തിന് മരണത്തിന് അത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, അത് പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ആഴം അതിനെ ചൊല്ലി വിലപിക്കാൻ ഞാൻ ഇടയാക്കും. അതിൻ്റെ നദികളെ ഞാൻ തടഞ്ഞു നിർത്തും. ജലപ്രവാഹങ്ങൾ നിലയ്ക്കും. അതിനെക്കുറിച്ചുള്ള ദുഃഖം ലെബനോനെ ആവരണം ചെയ്യും. തന്മൂലം വയലിലെ വൃക്ഷങ്ങളെല്ലാം വാടിപ്പോകും. പാതാളത്തിൽ പതിക്കുന്നവരോടൊപ്പം ഞാൻ അതിനെ അധോലോകത്തേക്ക് വലിച്ചെറിയുമ്പോൾ അതിൻ്റെ പതനത്തിൻ്റെ മുഴക്കത്തിൽ ജനതകൾ നടുങ്ങിപ്പോകും. ഏദനിലെ വൃക്ഷങ്ങൾക്ക്, ലെബനോനിലെ ശ്രേഷ്ഠമായ മരങ്ങൾക്ക്, സുഭിക്ഷമായ ജലം വലിച്ചെടുത്ത് വളർന്ന വൃക്ഷങ്ങൾക്ക് അധോലോകത്തിൽ ആശ്വാസം ലഭിക്കും. അതിനോടൊപ്പം അതിൻ്റെ തണലിൽ വസിച്ചിരുന്ന ജനതകളും പാതാളത്തിലേക്ക് വാളിനിരയായവരുടെ അടുത്തേക്ക് പോകും. ഏദനിലെ ഏതു വൃക്ഷത്തോടാണ് മഹത്വത്തിലും പ്രതാപത്തിലും നിങ്ങൾക്ക് തുല്യത? അവിടുത്തെ വൃക്ഷങ്ങളോടൊപ്പം നീയും അധോലോകത്തിലേക്ക് എറിയപ്പെടും.
വാളിന് ഇരയായവരോടുകൂടെ അപരിച്ഛേദരുടെ ഇടയിൽ നീ കിടക്കും. ഇതാണ് ഫറവോയ്ക്കും അവൻ്റെ ജനത്തിനും സംഭവിക്കുക. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. എസെക്കിയേലിൻ്റെ 32-ാം അധ്യായം. ഈജിപ്ത് ഒരു ഘോരസത്വം. 12-ാം വർഷം 12-ാം മാസം 1-ാം ദിവസം കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, ഈജിപ്ത് രാജാവായ ഫറവോയ്ക്ക് വേണ്ടി നീയൊരു വിലാപഗാനം ആലപിക്കുക. അവനോട് പറയുക, ജനതകളുടെ ഇടയിൽ ഒരു സിംഹമായി നീ നിന്നെ കണക്കാക്കുന്നു. എന്നാൽ നീ കടലിൻ്റെ ഘോരസത്വം പോലെയാണ്. നീ നിന്റെ നദികളിൽ ചാടി വെള്ളം ചവിട്ടിക്കലക്കി അവരുടെ നദികൾ മലിനമാക്കുന്നു. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. അനേകം ജനതകളുമായി വന്ന് ഞാൻ നിന്റെ മേൽ വല വീശും. അവർ നിന്നെ വലിച്ചു പുറത്തിടും. നിന്നെ ഞാൻ നിലത്തെറിയും. തുറസായ സ്ഥലത്തേക്ക് നിന്നെ ഞാൻ ചുഴറ്റിയെറിയും. ആകാശത്തിലെ എല്ലാ പറവകളും നിന്റെ മേൽ പറന്നു വീഴുന്നതിനും ഭൂമിയിലെ എല്ലാ മൃഗങ്ങളും നിന്നെ തിന്ന് തൃപ്തരാകുന്നതിനും ഞാൻ ഇടവരുത്തും. നിന്റെ മാംസം ഞാൻ പർവ്വതങ്ങളിൽ വിതറും. താഴ്വരകൾ നിന്റെ പിണം കൊണ്ട് ഞാൻ നിറയ്ക്കും. നിന്റെ രക്തമൊഴുക്കി ഞാൻ ഭൂമിയിലെ മലകൾ വരെ കുതിർക്കും. നീർച്ചാലുകൾ നിന്നെക്കൊണ്ട് നിറയും. നിന്നെ നിർമ്മാർജ്ജനം ചെയ്തു കഴിയുമ്പോൾ ഞാൻ ആകാശത്തെ മൂടിക്കളയും. നക്ഷത്രങ്ങളെ അന്ധകാരമായാക്കും. സൂര്യനെ മേഘം കൊണ്ട് മറയ്ക്കും. ചന്ദ്രൻ പ്രകാശം തരികയില്ല. ആകാശത്തിലെ എല്ലാ പ്രകാശഗോളങ്ങളെയും നിന്റെ മേൽ ഞാൻ തമോമയമാക്കും. നിന്റെ ദേശം അന്ധകാരത്തിലാഴ്ത്തും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. നിനക്ക് അജ്ഞാതമായ രാജ്യങ്ങളിലേക്ക്, ജനതകളുടെ ഇടയിലേക്ക് നിന്നെ ഞാൻ അടിമയാക്കി കൊണ്ടുപോകുന്നത് കാണുമ്പോൾ അനേകരുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമാകും. അനേകർ നിന്നെ കണ്ട് സ്തംഭരാകുന്നതിന് ഞാൻ ഇടയാക്കും. അവർ കാണെ ഞാൻ വാൾ വീശുമ്പോൾ അവരുടെ രാജാക്കൾ നിന്നെ പ്രതി പ്രകമ്പിതരാകും. നിന്റെ പതന ദിവസം എല്ലാവരും തങ്ങളുടെ ജീവനെ ചൊല്ലി ഓരോ നിമിഷവും വിറകൊള്ളും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ബാബിലോൺ രാജാവിൻ്റെ വാൾ നിന്റെ മേൽ പതിക്കും. നിന്റെ ജനക്കൂട്ടത്തെ മുഴുവൻ ശക്തന്മാരുടെ വാളിന് ഞാൻ ഇരയാക്കും. ജനതകളിൽ വെച്ച് ഏറ്റവും ഭീകരന്മാരാണ് അവരെല്ലാം. ഈജിപ്തിൻ്റെ അഹങ്കാരം അവർ അവസാനിപ്പിക്കും. അവിടുത്തെ ജനം മുഴുവൻ നശിച്ചു പോകും. ജലാശയങ്ങളുടെ അരികിൽ നിന്ന് എല്ലാ മൃഗങ്ങളെയും ഞാൻ നശിപ്പിക്കും. മനുഷ്യൻ്റെ പാദങ്ങളോ മൃഗങ്ങളുടെ കുളമ്പുകളോ മേലിൽ അവയെ കലക്കുകയില്ല. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഞാൻ അവരുടെ ജലം തിളമയുള്ളതാക്കും. അവരുടെ നദികൾ എണ്ണ പോലെ ഒഴുകുന്നതിന് ഞാൻ ഇടയാക്കും. ഈജിപ്തിനെ ഞാൻ വിജനമാക്കുകയും ദേശത്തുള്ളതെല്ലാം നശിപ്പിച്ച് അതിനെ ശൂന്യമാക്കുകയും അതിലെ നിവാസികളെ വധിക്കുകയും ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവർ അറിയും. ആലപിക്കാനുള്ള ഒരു വിലാപമാണിത്. ജനതകളുടെ പുത്രിമാർ ഈജിപ്തിനെയും അവളുടെ എല്ലാ ജനങ്ങളെയും കുറിച്ച് ഇത് ആലപിക്കും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്തിരിക്കുന്നു. ജനതകൾ പാതാളത്തിൽ. 12-ാം വർഷം 1-ാം മാസം 15-ാം ദിവസം കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, ഈജിപ്തിലെ ജനങ്ങളെ ഓർത്ത് വിലപിക്കുക. അവളെയും ശക്തരായ ജനങ്ങളുടെ പുത്രിമാരെയും പാതാളത്തിൽ പതിക്കുന്നവരുടെ കൂടെ അധോലോകത്തിലേക്ക് തള്ളിയിടുക. സൗന്ദര്യത്തിൽ ആരെയാണ് നീ അതിശയിക്കുക? താഴെ ചെന്ന് അപരിച്ഛേദരുടെ കൂടെ കിടക്കുക. വാളിനിരയായവരുടെ മധ്യേ അവർ ചെന്ന് വീഴും. അവളോടൊപ്പം അവളുടെ ജനവും കിടക്കും. ശക്തന്മാരായ പ്രമാണികൾ അവരുടെ സഹായകരോടുകൂടെ പാതാളത്തിൻ്റെ മധ്യേ നിന്ന് അവരെപ്പറ്റി ഇങ്ങനെ പറയും, അവർ താഴെ എത്തിയിട്ടുണ്ട്. വാളിനിരയാക്കപ്പെട്ട അപരിച്ഛേദരായ അവർ നിശ്ചലരായി കിടക്കുന്നു. അസ്രിയ അവിടെയുണ്ട്. അവളുടെ വാളേറ്റ് മരിച്ച ജനസമൂഹവും തങ്ങളുടെ ശവക്കുഴികളിൽ അവൾക്ക് ചുറ്റും കിടക്കുന്നു. അവരുടെ ശവകുടീരങ്ങൾ പാതാളത്തിൻ്റെ ഏറ്റവും അടിയിൽ സ്ഥിതി ചെയ്യുന്നു. അവളുടെ കൂട്ടം അവളുടെ ശവക്കുഴിക്ക് ചുറ്റുമുണ്ട്. ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി വരുത്തിയ അവർ ഇന്ന് വാളേറ്റ് മരിച്ചു കിടക്കുന്നു. ഏലാമും അവിടെയുണ്ട്. അവളുടെ ശവകുടീരത്തിനു ചുറ്റും അവളുടെ ജനക്കൂട്ടവും. ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി വരുത്തിയ അവർ ഇന്ന്
വാളേറ്റ് മരിച്ച് അപരിചിതരായി അധോലോകത്തിലെത്തിയിരിക്കുന്നു. പാതാളത്തിൽ പതിച്ചവരോടൊപ്പം അവർ അവമാനിതരായി കഴിയുന്നു. വധിക്കപ്പെട്ടവരുടെ മധ്യത്തിൽ അവൾക്ക് കിടക്കയൊരുക്കി. വാളേറ്റ് മരിച്ച അപരിചിതരായ അവളുടെ ജനങ്ങളുടെ ശവകുടീരങ്ങൾ അവൾക്ക് ചുറ്റുമുണ്ട്. എന്തെന്നാൽ ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി വരുത്തിയ അവർ പാതാളത്തിൽ പതിക്കുന്നവരുടെ കൂടെ ഇന്നും ലജ്ജിതരായി കഴിയുന്നു. വിധിക്കപ്പെട്ടവരുടെ കൂടെയാണ് അവർക്ക് ഇടം ലഭിച്ചത്. മേശക്കും തുബാലും അവിടെയുണ്ട്. അവരുടെ ജനസമൂഹത്തിൻ്റെ ശവകുടീരങ്ങളും അവർക്ക് ചുറ്റുമുണ്ട്. അവരെല്ലാം അപരിച്ഛേദരും വാളിനിരയായവരുമാണ്. ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി വരുത്തിയവരാണ് അവർ. വാളുകൾ തലയ്ക്കും കീഴെയും പരിചകൾ അസ്ഥികൾക്ക് മുകളിലും വെച്ച് പടക്കോപ്പുകളോടെ പാതാളത്തിലേക്ക് പോയ വധിക്കപ്പെട്ട അപരിച്ഛേദരായ വീരന്മാരുടെ കൂട്ടത്തിൽ അവർ കിടക്കുകയില്ല. കാരണം ജീവനുള്ളവരുടെ ദേശത്ത് ശക്തന്മാരായ അവർ ഭീഷണിയായിരുന്നു. അപരിച്ഛേദരുടെ ഇടയിൽ വാളിനിരയാക്കപ്പെട്ടവരുടെ കൂടെ നിങ്ങൾ തകർന്നു കിടക്കും. ഏദോമും അവളുടെ രാജാക്കന്മാരും എല്ലാ പ്രഭുക്കന്മാരും അവിടെയുണ്ട്. എല്ലാ ശക്തിയും ഉണ്ടായിരുന്നിട്ടും അവർ വാളിനിരയായ അപരിച്ഛേദരുടെയും പാതാളത്തിൽ പതിച്ചവരുടെയും കൂടെ കിടക്കുന്നു. വടക്കു നിന്നുള്ള പ്രഭുക്കന്മാരും സീദോന്യരും അവിടെയുണ്ട്. തങ്ങളുടെ ശക്തിയാൽ ഭീതി ഉളവാക്കിയവരെങ്കിലും അവരും വധിക്കപ്പെട്ടവരുടെ കൂടെ ലജ്ജിതരായി താഴേക്കിറങ്ങിയിരിക്കുന്നു. അവർ വാളിനിരയാക്കപ്പെട്ടവരുടെ കൂടെ പാതാളത്തിൽ പതിക്കുന്നവരുടെ അപമാനം സഹിച്ച് അപരിചിതരായി കഴിയുന്നു. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. വാളിനിരയാക്കപ്പെട്ട ഫറവോയും അവൻ്റെ സൈന്യവും അവരെ കാണുമ്പോൾ സ്വന്തം ജനങ്ങളെക്കുറിച്ച് ആശ്വാസം കൊള്ളും. ജീവിക്കുന്നവരുടെ ദേശത്ത് അവൻ ഭീതി വരുത്തി. എന്നാൽ ഫറവോയും അവൻ്റെ ജനവും അപരിച്ഛേദരുടെ ഇടയിൽ വാളിനിരയാക്കപ്പെട്ടവരുടെ കൂടെ കിടക്കും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. എസെക്കിയേലിൻ്റെ 33-ാം അധ്യായം. പ്രവാചകൻ കാവൽക്കാരൻ. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, നീ നിന്റെ ജനത്തോട് പറയുക, ഞാൻ ഒരു ദേശത്തിൻ്റെ മേൽ വാളയക്കുകയും ആ ദേശത്തെ ജനം തങ്ങളിലൊരുവനെ കാവൽക്കാരനായി നിയമിക്കുകയും വാൾ വരുന്നത് അവൻ കാണുകയും കാഹളമൂതി മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ. കാഹളനാദം കേട്ടിട്ടും മുന്നറിയിപ്പ് സ്വീകരിക്കാത്തവനെ വാൾ വിച്ഛേദിച്ചു കളയും. അവൻ്റെ രക്തത്തിന് ഉത്തരവാദി അവൻ തന്നെ. അവൻ കാഹളനാദം കേട്ടു, മുന്നറിയിപ്പ് സ്വീകരിച്ചില്ല. അവൻ്റെ രക്തത്തിന് ഉത്തരവാദി അവൻ തന്നെ. മുന്നറിയിപ്പ് സ്വീകരിച്ചിരുന്നെങ്കിൽ അവന് ജീവൻ രക്ഷിക്കാമായിരുന്നു. വാൾ വരുന്നത് കണ്ടിട്ടും കാവൽക്കാരൻ കാഹളം മുഴക്കാതിരുന്നത് മൂലം ജനത്തിന് മുന്നറിയിപ്പ് കിട്ടാതെ അവരിൽ ആരെങ്കിലും വധിക്കപ്പെട്ടാൽ അവൻ തൻ്റെ അകൃത്യത്തിലായിരിക്കും വധിക്കപ്പെടുക. എന്നാൽ അവൻ്റെ രക്തത്തിന് കാവൽക്കാരനോട് ഞാൻ പകരം ചോദിക്കും. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. എൻ്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം. ഞാൻ ദുഷ്ടനോട്, ദുഷ്ട, നീ തീർച്ചയായും മരിക്കും എന്ന് പറയുകയും അവൻ തൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ മുന്നറിയിപ്പ് നൽകാതിരിക്കുകയും ചെയ്താൽ അവൻ തൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും. എന്നാൽ അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും. ദുഷ്ടനോട് തൻ്റെ മാർഗത്തിൽ നിന്നും പിന്തിരിയാൻ നീ താക്കീത് കൊടുത്തിട്ടും അവൻ പിന്തിരിയാതിരുന്നാൽ അവൻ തൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും. എന്നാൽ നീ നിന്റെ ജീവനെ രക്ഷിക്കും. അനുതപിച്ചാൽ ജീവിക്കും. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തോട് പറയുക, ഞങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും ഞങ്ങളുടെ മേൽ ഉണ്ട്. അവ മൂലം ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു. ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ പറഞ്ഞു. അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാനാണേ, ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്ടമാർഗത്തു നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. പിന്തിരിവിൻ, തിന്മയിൽ നിന്ന് നിങ്ങൾ പിന്തിരിവിൻ. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ എന്തിനു മരിക്കണം? മനുഷ്യപുത്ര, നീ നിന്റെ ജനത്തോട് പറയുക, നീതിമാൻ ദുഷ്കൃത്യം ചെയ്താൽ അവൻ്റെ നീതി അവനെ രക്ഷിക്കുകയില്ല. ദുഷ്ടൻ ദുർമാർഗത്തു നിന്ന് പിന്തിരിഞ്ഞാൽ അവൻ തൻ്റെ ദുഷ്ടത മൂലം നശിക്കുകയില്ല. നീതിമാൻ പാപം ചെയ്താൽ തൻ്റെ നീതി മൂലം ജീവിക്കാൻ അവന് സാധിക്കുകയില്ല. ഞാൻ നീതിമാനോട് അവൻ തീർച്ചയായും ജീവിക്കുമെന്ന് പറയുകയും അവൻ തൻ്റെ നീതിയിൽ വിശ്വാസമർപ്പിച്ച് തിന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ്റെ നീതിനിഷ്ഠമായ ഒരു പ്രവൃത്തിയും ഞാൻ ഓർക്കുകയില്ല.
അവൻ തൻ്റെ ദുഷ്കൃത്യത്തിൽ തന്നെ മരിക്കും. എന്നാൽ ഞാൻ ദുഷ്ടനോട് നീ തീർച്ചയായും മരിക്കും എന്ന് പറയുകയും അവൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുകയും തൻ്റെ വാഗ്ദാനം നിറവേറ്റുകയും കവർച്ച വസ്തുക്കൾ തിരികെ കൊടുക്കുകയും ജീവന്റെ പ്രമാണങ്ങൾ പാലിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും, അവൻ മരിക്കുകയില്ല. അവൻ ചെയ്തിട്ടുള്ള യാതൊരു പാപവും അവനെതിരെ ഓർമ്മിക്കപ്പെടുകയില്ല. അവൻ നീതിയും ന്യായവും പ്രവർത്തിച്ചിരിക്കുന്നു, അവൻ തീർച്ചയായും ജീവിക്കും. എന്നിട്ടും കർത്താവിൻ്റെ മാർഗം നീതിരഹിതമാണെന്ന് നിന്റെ ജനം പറയുന്നു. നീതിരഹിതമായത് അവരുടേത് തന്നെ മാർഗമാണ്. നീതിമാൻ നീതിയിൽ നിന്ന് വ്യതിചലിച്ച് തിന്മ പ്രവർത്തിച്ചാൽ അവൻ അതിനാൽ മരിക്കും. ദുഷ്ടൻ ദുഷ്ടതയിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിച്ചാൽ അവൻ അതിനാൽ ജീവിക്കും. എന്നിട്ടും കർത്താവിൻ്റെ മാർഗം നീതിരഹിതമാണെന്ന് നിങ്ങൾ പറയുന്നു. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ ഓരോരുത്തരെയും അവരവരുടെ പ്രവൃത്തികൾക്കനുസൃതമായി ഞാൻ വിധിക്കും. ഞങ്ങളുടെ പ്രവാസത്തിൻ്റെ 12-ാം വർഷം 10-ാം മാസം 5-ാം ദിവസം ജെറുസലേമിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഒരുവൻ എൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, നഗരം നിബന്ധിച്ചിരിക്കുന്നു. രക്ഷപ്പെട്ടവൻ എൻ്റെ അടുക്കൽ വന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരം കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു. രാവിലെ അവൻ എൻ്റെ അടുക്കൽ വന്നപ്പോഴേക്കും എൻ്റെ വായ് കർത്താവ് തുറന്നിരുന്നു. എനിക്ക് സംസാരിക്കാൻ ശക്തി ലഭിച്ചു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേലിലെ ഈ ശൂന്യസ്ഥലങ്ങളിൽ വസിക്കുന്നവർ പറയുന്നു, അബ്രാഹാം ഏകനായിരിക്കെ അവന് ദേശം അവകാശമായി ലഭിച്ചു. ഞങ്ങളോ അനവധി പേരാണ്. തീർച്ചയായും ദേശത്തിന് ഞങ്ങൾ അവകാശികളാണ്. അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ മാംസം രക്തത്തോടുകൂടി ഭക്ഷിക്കുകയും വിഗ്രഹങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുകയും രക്തം ചിന്തുകയും ചെയ്യുന്നു. എന്നിട്ടും ദേശം നിങ്ങൾക്ക് അവകാശമായി ലഭിക്കുമോ? നിങ്ങൾ വാളിൽ ആശ്രയിക്കുകയും മ്ലേച്ഛത പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരും അയൽക്കാരൻ്റെ ഭാര്യയെ മലിനപ്പെടുത്തുന്നു. എന്നിട്ടും ദേശം നിങ്ങൾക്ക് അവകാശമായി ലഭിക്കുമോ? അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് ശൂന്യസ്ഥലങ്ങളിലുള്ളവർ വാളിനിരയാകും. തുറസായ വയലുകളിലുള്ളവരെ മൃഗങ്ങൾക്ക് വിഴുങ്ങാനായി ഞാൻ വിട്ടുകൊടുക്കും. കോട്ടകളിലും ഗുഹകളിലുമുള്ളവർ പകർച്ചവ്യാധികളാൽ മരിക്കും. ഞാൻ ദേശം ശൂന്യവും വിജനവുമാക്കും. അവളുടെ ശക്തിഗർവം അവസാനിക്കും. ആരും കടന്നു പോകാത്ത വിധം ഇസ്രായേലിൻ്റെ പർവ്വതങ്ങൾ വിജനമാകും. അവർ ചെയ്ത മ്ലേച്ഛതകൾ മൂലം ഞാൻ ദേശത്തെ വിജനവും ശൂന്യവുമാക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവർ അറിയും. മനുഷ്യപുത്ര, മതിലുകൾക്കരികിലും വീട്ടുവാതിൽക്കലും നിന്റെ ജനം നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു. അവർ പരസ്പരം പറയുന്നു, വരൂ, കർത്താവിൽ നിന്ന് വരുന്ന വചനം എന്താണെന്ന് കേൾക്കാം. അവർ കൂട്ടമായി നിന്റെ അടുക്കൽ വരും. എൻ്റെ ജനമെന്ന പോലെ നിന്റെ മുമ്പിൽ ഇരിക്കും. നിന്റെ വാക്കുകൾ അവൻ ശ്രവിക്കുകയും ചെയ്യും. പക്ഷേ അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയില്ല. കാരണം തങ്ങളുടെ അധരങ്ങൾ കൊണ്ട് അവർ അതിയായ സ്നേഹം കാണിക്കുന്നു. അവരുടെ ഹൃദയം സ്വാർത്ഥ ലാഭത്തിൽ ഉറച്ചിരിക്കുന്നു. ഇമ്പമുള്ള സ്വരത്തിൽ പ്രേമഗാനം ആലപിക്കുകയും വിദഗ്ധമായി വീണ വായിക്കുകയും ചെയ്യുന്ന ഒരുവനെ പോലെയാണ് അവർക്ക് നീ. കാരണം നിന്റെ വാക്കുകൾ അവർ കേൾക്കുന്നു, എന്നാൽ അവർ അത് അനുവർത്തിക്കുകയില്ല. എന്നാൽ അത് സംഭവിക്കുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. തങ്ങളുടെ മധ്യത്തിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നെന്ന് അവർ അറിയും. എസെക്കിയേലിൻ്റെ 34-ാം അധ്യായം. ഇസ്രായേലിൻ്റെ ഇടയന്മാർ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേലിൻ്റെ ഇടയന്മാർക്കെതിരെ പ്രവചിക്കുക. അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, തങ്ങളെ തന്നെ പോറ്റുന്ന ഇസ്രായേലിൻ്റെ ഇടയന്മാരെ, നിങ്ങൾക്ക് ദുരിതം. ഇടയന്മാർ ആടുകളെയല്ലേ പോറ്റേണ്ടത്? നിങ്ങൾക്ക് മേധസ്സ് ഭക്ഷിക്കുകയും രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കുകയും കൊഴുത്തതിനെ കൊല്ലുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ആടുകളെ പോറ്റുന്നില്ല. ദുർബലമായതിന് നിങ്ങൾ ശക്തി കൊടുത്തില്ല. മുറിവേറ്റതിനെ വെച്ചു കെട്ടിയില്ല. വഴിതെറ്റിയതിനെ തിരികെ കൊണ്ടുവരികയോ കാണാതായതിനെ തേടുകയോ ചെയ്തില്ല. മറിച്ച് കഠിനമായും ക്രൂരമായും നിങ്ങൾ അവയോട് പെരുമാറി. ഇടയനില്ലാത്തതിനാൽ അവ ചിതറിപ്പോയി. കാട്ടിലെ മൃഗങ്ങൾക്ക് അവ ഇരയായി തീർന്നു. എൻ്റെ ആടുകൾ ചിതറിപ്പോയി. മലകളിലും ഉയർന്ന കുന്നുകളിലും അവ അലഞ്ഞു നടന്നു. ഭൂമുഖത്തെല്ലാം എൻ്റെ ആടുകൾ ചിതറിപ്പോയി.
അവയെ തിരയാനോ അന്വേഷിക്കാനോ ആരും ഉണ്ടായില്ല. ആകയാൽ ഇടയന്മാരെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാനാണേ, ഇടയന്മാരില്ലാത്തതിനാൽ എൻ്റെ ആടുകൾ വന്യമൃഗങ്ങൾക്ക് ഇരയായി തീർന്നു. എൻ്റെ ഇടയന്മാർ എൻ്റെ ആടുകളെ അന്വേഷിച്ചില്ല. അവയെ പോറ്റാതെ അവർ തങ്ങളെ തന്നെ പോറ്റി. ആകയാൽ ഇടയന്മാരെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇതാ, ഞാൻ ഇടയന്മാർക്കെതിരാണ്. എൻ്റെ ആടുകൾക്ക് ഞാൻ അവരോട് കണക്ക് ചോദിക്കും. അവരുടെ മേയ്ക്കലിന് ഞാൻ അറുതി വരുത്തും. ഇനിമേൽ ഇടയന്മാർ തങ്ങളെ തന്നെ പോറ്റുകയില്ല. എൻ്റെ ആടുകൾ അവർക്ക് ഭക്ഷണമായി തീരാതിരിക്കാൻ ഞാൻ അവയെ അവരുടെ വായിൽ നിന്നും രക്ഷിക്കും. കർത്താവ് ഇടയൻ. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇതാ, ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആടുകൾ ചിതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും. അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും. കാറു നിറഞ്ഞ് അന്ധകാരപൂർണമായ ആ ദിവസം ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും. ജനതകളുടെ ഇടയിൽ നിന്ന് ഞാൻ അവയെ കൊണ്ടുവരും. രാജ്യങ്ങളിൽ നിന്ന് ഞാൻ അവയെ ഒരുമിച്ച് കൂട്ടും. സ്വദേശത്തേക്ക് അവയെ ഞാൻ കൊണ്ടുവരും. ഇസ്രായേലിലെ മലകളിലും നീരുറവകൾക്കരികിലും മനുഷ്യവാസമുള്ള എല്ലായിടങ്ങളിലും ഞാൻ അവയെ മേയ്ക്കും. നല്ല പുൽത്തകിടിൽ ഞാൻ അവയെ മേയ്ക്കും. ഇസ്രായേലിലെ ഉയർന്ന മലകളിലായിരിക്കും അവയുടെ മേച്ചിൽ സ്ഥലങ്ങൾ. അവിടെ നല്ല മേച്ചിൽ സ്ഥലത്ത് അവ കിടക്കും. ഇസ്രായേൽ മലകളിലെ സമൃദ്ധമായ പുൽത്തകിടിയിൽ അവ മേയും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കും. ഞാൻ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും. വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും. മുറിവേറ്റതിനെ ഞാൻ വച്ചുകെട്ടും. ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും. നീതിപൂർവ്വം ഞാൻ അവയെ പോറ്റും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ അജഗണമേ, ഞാൻ ആടിനും മധ്യേയും മുട്ടാടിനും കോലാട്ടിനും മുട്ടനും മധ്യേയും വിധി നടത്തും. നല്ല മേച്ചിൽ സ്ഥലത്തേക്ക് നിങ്ങൾ മേഞ്ഞാൽ പോരെ? മിച്ചമുള്ള പുൽത്തകിടി ചവിട്ടിത്തേച്ച് കളയണമോ? ശുദ്ധജലം കുടിച്ചാൽ പോരെ? ശേഷമുള്ള ജലമെല്ലാം ചവിട്ടിക്കലക്കി കളയണമോ? എൻ്റെ ആടുകൾ നിങ്ങൾ ചവിട്ടിത്തേച്ചവ തിന്നുകയും ചവിട്ടിക്കലക്കിയത് കുടിക്കുകയും ചെയ്യണമോ? ദൈവമായ കർത്താവ് അവരോട് അരുളിച്ചെയ്യുന്നു, ഇതാ, ഞാൻ തന്നെ കൊഴുത്ത ആടുകൾക്കും മെലിഞ്ഞ ആടുകൾക്കും മധ്യേ വിധി പ്രസ്താവിക്കും. അന്യദേശങ്ങളിലേക്ക് ചിതറിക്കുവോളം ദുർബലമായവയെ നിങ്ങൾ പാർശ്വം കൊണ്ടും ചുമലുകൊണ്ടും തള്ളുകയും കൊമ്പുകൊണ്ട് കുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ആട്ടിൻപറ്റത്തെ രക്ഷിക്കും. മേലിൽ അവ ആർക്കും ഇരയാവുകയില്ല. ആടിനും മധ്യേ ഞാൻ വിധി നടത്തും. ഞാൻ അവയ്ക്ക് ഒരു ഇടയനെ, എൻ്റെ ദാസനായ ദാവീദിനെ നിയമിക്കും. അവൻ അവയെ മേയ്ക്കും. അവൻ അവയെ പോറ്റുകയും അവരുടെ ഇടയനായിരിക്കുകയും ചെയ്യും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, കർത്താവായ ഞാൻ അവരുടെ ദൈവമായിരിക്കും. എൻ്റെ ദാസനായ ദാവീദ് അവരുടെ രാജാവാകും. കർത്താവായ ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നു. അവരുമായി ഒരു സമാധാന ഉടമ്പടി ഞാൻ ഉറപ്പിക്കും. അവർക്ക് വിജന പ്രദേശങ്ങളിൽ സുരക്ഷിതമായി വസിക്കാനും വനത്തിൽ കിടന്ന് ഉറങ്ങാനും കഴിയുമാറ് വന്യമൃഗങ്ങളെ ദേശത്തു നിന്ന് ഞാൻ തുരത്തും. അവരെയും എൻ്റെ മലയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും. ഞാൻ യഥാസമയം മഴ പെയ്യിക്കും. അത് അനുഗ്രഹവർഷമായിരിക്കും. വയലിലെ വൃക്ഷങ്ങൾ ഫലം നൽകും. ഭൂമി വിളവ് തരും. ഞാൻ തങ്ങളുടെ ദേശത്ത് സുരക്ഷിതരായിരിക്കും. ഞാൻ അവരുടെ നുകം തകർക്കുകയും അടിമപ്പെടുത്തിയവരുടെ കരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവർ അറിയും. മേലിൽ അവർ ജനതകൾക്ക് ഇരയാവുകയോ വന്യമൃഗങ്ങൾ അവയെ വിഴുങ്ങുകയോ ചെയ്യുകയില്ല. അവർ സുരക്ഷിതരായിരിക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. തങ്ങളുടെ ദേശം പട്ടിണി കൊണ്ട് നശിക്കാതിരിക്കേണ്ടതിനും ജനതകളുടെ നിന്ദനം ഏൽക്കാതിരിക്കേണ്ടതിനും ഞാൻ അവർക്ക് സമൃദ്ധിയുള്ള തോട്ടങ്ങൾ പ്രദാനം ചെയ്യും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുടെ ദൈവമായ കർത്താവ് അവരുടെ കൂടെയുണ്ടെന്നും അവർ ഇസ്രായേൽ ഭവനം
എൻ്റെ ജനമാണെന്നും അവർ അറിയും. നിങ്ങൾ എൻ്റെ ആടുകളാണ്, എൻ്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകൾ. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.